Hi, welcome to Cook with Rumana. എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ഇന്നൊരു ഈദ് വ്ലോഗുമായി വന്നത്. അതിൽ കുറച്ച് ഫുഡിൻ്റെ വിശേഷം, പിന്നെ ഞങ്ങൾ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിലേക്കാണ് വന്നത്. അതിൻ്റെ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈദ് വ്ലോഗിലേക്ക് പോവാം. ഈദ് വ്ലോഗ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം വൈകി. എനിക്ക് പേഴ്സണലായിട്ട് ചെറിയ തിരക്കുകളുള്ളത് കാരണമാണ് പറ്റാത്തത്. അതിനെല്ലാവരും സോറി. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഞാൻ ചെയ്യേണ്ടായിരുന്നു, പറ്റിയില്ല. പെരുന്നാൾ തലേന്ന് ഹസ്ബൻഡും ഫ്രണ്ടും പോയിട്ട് ആട് മേടിക്കാൻ പോയി. നമുക്ക് അറവിനുള്ളതായിരുന്നു. 2 ദിവസം മുമ്പ് മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഓഫീസൊക്കെ ഉള്ളത് കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ തലേന്ന് തന്നെ പോയതാണ് ഞങ്ങൾ. ഹസ്ബൻഡും ഫ്രണ്ടാണ് പോയത്. പക്ഷേ ഹസ്ബൻഡ് വീഡിയോ എടുക്കണ കൊണ്ട് ഹസ്ബൻഡിന് അതിൽ പറ്റിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ താഴെ തന്നെ അത് കെട്ടിയ. മോനക്കൊരു ഫ്രണ്ട് ഉണ്ട്. മോനും ഫ്രണ്ടും കൂടി അതിന് ഫുഡ് കൊടുക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ആട് അറബി ആയതുകൊണ്ട് ആട് കുബൂസേ കഴിക്കുള്ളൂ. ഞങ്ങളെ നാട്ടിനെ പോലെ പഴംതോല് അതൊന്നും ആട് കഴിക്കില്ല. പിന്നെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു, അതിന് പോയതാണ്. ഞാൻ പുതിയ കുട്ടികൾക്ക് മാക്സിമം ഡ്രസ്സ് മേടിക്കൽ. കാരണം ഇവർ പെട്ടെന്ന് വലിപ്പം വെക്കും. അപ്പോൾ പിന്നെ കുറേ കോസ്റ്റ്ലി ഒന്നും മേടിക്കില്ല. സാധാരണ ഡ്രസ്സ് ഞാൻ അവർക്ക് മേടിക്കലാണ്. നമുക്കൊന്നും മേടിച്ചിട്ടില്ല, കുട്ടികൾക്കുള്ളത്. പിന്നെ ഹസ്ബൻഡ് ബ്രദർ ചെറിയൊരു ടീഷർട്ടും മേടിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ ചെറിയ പെരുന്നാൾക്കും ഞങ്ങൾക്ക് മോൾസൊന്നും ഇവിടെ അബുദാബിയിൽ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ക്യാരി ഫോർന്നായിരിക്കും ഞങ്ങൾ കുട്ടികൾക്ക് എടുത്തത്. ഞങ്ങൾ എടുത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നൊക്കെ ഡ്രസ്സുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ കൊണ്ടുവരാറാണ്. പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടൊന്നുമില്ല. നാട്ടിൽ പേരൻസിനും അങ്ങനെ ഫാമിലിക്കാർക്കും സെലിബ്രേഷൻ ഇല്ല. പിന്നെ നമ്മളായി സെലിബ്രേഷൻ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ പൊതുവെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. എന്തായാലും നല്ല ഓഫർ ഉണ്ടെങ്കിൽ ബാഗോ സ്ലിപ്പേഴ്സോ അങ്ങനെ മേടിക്കും. അല്ലാത്തതൊന്നും ഡ്രസ്സൊന്നും മേടിക്കൂല. പിന്നെ മോനക്കൊന്ന് ചുറ്റി കഴിയുമ്പോൾ അവിടെ മോനക്ക് ടോയ്സൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ മേടിച്ച്. പിന്നെ കവർ അവൻ്റെ കയ്യിൽ തന്നെ ആയി. പിന്നെ ആ കവർ ആർക്കും കിട്ടൂല. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് നമുക്ക് 4ക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നത്. ഈദക്കുള്ള പ്രിപ്പറേഷൻ ഞാൻ കുറേയൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കും. എനിക്ക് ഈദിൽ നിന്ന് കിച്ചണിൽ കയറി സമയം വേസ്റ്റ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ വന്നിട്ട് ഞാൻ കേക്കിനുള്ള പ്രിപ്പറേഷൻ ചെയ്ത്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഞങ്ങളെ മിൽക്ക് കേക്കില്ല, അത് ഞാൻ പിസ്ത വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ലേച്ചർ കേക്കാണ്. എനിക്ക് പൊതുവെ കേക്ക് അത്ര ഇഷ്ടമല്ല, പുഡിങ്ങാണ് ഇഷ്ടം. പിന്നെ മോൾക്ക് കേക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ പൊതുവെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ കേക്ക് ഉണ്ടാക്കില്ല. ഉണ്ടാക്കാൻ അറിയാം, ബട്ട് ഉണ്ടാക്കുന്ന കുറവാണ് ഞാൻ. അപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ പണിയൊക്കെ കഴിച്ച്. പിന്നെ ഞാൻ ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ടിക്ക ബിരിയാണിക്കുള്ളത് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെജിറ്റബിൾ കട്ടിങ്ങും മസാല തേച്ചിട്ടും അതൊക്കെ വെച്ച്. പിന്നെ ഞാൻ ബട്ടർ സ്കോച്ച് പുഡിങ് ഉണ്ടാക്കി. അത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിരുന്നു. ഫ്രൈ ആണ് നെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പെരുന്നാളിന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ബിരിയാണി റെഡിയാക്കി. ഞാൻ ടിക്ക ഗ്രില്ല് ചെയ്തിട്ടാണ് എടുത്തത്, ഫ്രൈ പാനിലൊന്നല്ല. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ ബിരിയാണി ദമ്മിട്ട് വെക്കും. പിന്നെ വലിയ പണിയൊന്നുമില്ല. വീട് ക്ലീനിങ്, ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ പണിയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയൊരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. ഞാൻ വീഡിയോ എടുക്കണില്ല, കാരണം നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പ്രൈവസി പ്രശ്നമാവേണ്ട വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് സൂം കോളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലൈവിൽ വന്നത്. ലൈവിൽ വരുന്നത് ഞാൻ ആദ്യം തന്നെ പൊതുവെ ഇൻഫോം ചെയ്യാറുണ്ട്. ബട്ട് ഈ പ്രാവശ്യം ഇൻഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ആൾക്കാർ വന്നിരുന്നു. എല്ലാവർക്കും ഈദ് മുബാറക് വിഷ് ചെയ്തു. എന്താണ് ഒരു ഫാമിലി പോലെ എല്ലായിടത്തും സംസാരിക്കാനൊക്കെ പറ്റി. ഇപ്പം നമുക്ക് പുതിയതായിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിലേക്കാണ് പോയത്, അബുദാബിയിലുള്ളത്. കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയുണ്ടാവും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അബുദാബിക്ക് വന്ന ശേഷം. ഇതൊരു 7 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ലോബി ജസ്റ്റ് ഒരു വിസിറ്റേഴ്സിന് വേണ്ടി അവർ കാണിക്കും. പിന്നെ ഇവിടെ ഇവർക്ക് ഗാർഡനൊക്കെ ഉണ്ട്, നല്ലൊരു ഗ്രീനറി ഗാർഡൻ ഉണ്ട്. അങ്ങനെ പൂകളൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്പൺ എയർ ആണ്. പക്ഷേ ഈ സമയത്ത് പറ്റൂല. ഞങ്ങൾ വരുമ്പോൾ 5:30 കഴിഞ്ഞാലും നല്ല ടെമ്പറേച്ചറായിരുന്നു. പൊതുവേ ഫ്രൈഡേസൊക്കെ നല്ല ടെമ്പറേച്ചർ ഉള്ളതാണ്, ബട്ട് കുറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഒന്ന് കറങ്ങി നോക്കിയെന്നല്ലാതെ പുറത്തിറങ്ങിയിട്ടില്ല. കുട്ടികളെ വെച്ച് പുറത്തിറങ്ങാൻ പറ്റില്ല, ഞമ്മക്കും പറ്റില്ല. അബായൊക്കെ ഇടുന്ന കൊണ്ട് നല്ല ചൂടാവും. പിന്നെ ചെറിയ ഇങ്ങനെ കുറേ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. കാണാൻ നല്ലൊരു ലുക്കാണ്. അത് ലക്സുറി ഹോട്ടൽ പോലെയാണ്. അങ്ങനെ രാജഗംഭീരമായിട്ടുള്ളൊരു
സ്ഥലമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്താ പറയുക, മനസ്സിന് നല്ല റിലാക്സായി. എനിക്ക് മനസ്സിന് നല്ല റിലാക്സ് ആവുന്നൊരു സ്ഥലം ബീച്ചാണ്. ബട്ട് അവിടെ പോയതിനേക്കാളും റിലാക്സായി. പിന്നെ ഞങ്ങൾ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് പാർക്ക് ചെയ്യുന്നത് ഇനി ഗസ്റ്റിനായാലും ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരു പ്ലേസ് തന്നെയാണ്. നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് പോയിട്ട് ഒന്ന് നോക്കി വരാനുള്ളൂ. പൈസ ഒന്നും കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഗാർഡനിലേക്ക് പോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി. നിൽക്കാൻ തീരെ പറ്റില്ല. ഇപ്പോഴത്തെ മാസ്കും കൂടി ഉള്ളത് കൊണ്ട് തീരെ മാസ്ക് പകൽ പുറത്തിറങ്ങാൻ തന്നെ പറ്റൂല. കുട്ടികൾക്ക് തീരെ താങ്ങൂല അത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കിക്കാണ്ട് ഞങ്ങൾ ഉള്ളിൽ പോകാനാണ് നോക്കുന്നത്. പെരുന്നാളാണെങ്കിൽ കുറേ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ചൂടും പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ആയതുകൊണ്ടാവും കുറച്ചൊക്കെ ആൾക്കാരുള്ളൂ. പിന്നെ ഇത് നല്ലൊരു വലിയ പ്ലേസ് ആയതുകൊണ്ട് ഇത്ര ആൾക്കാരുണ്ടെങ്കിലും ഉണ്ടെന്ന് തോന്നൂല. തീരെ ഇല്ല എന്നല്ല, അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും ക്രൗഡ് അല്ല എന്നാണ്. ദുബായിലൊക്കെ പൊതുവെ ഏതൊരു സ്ഥലത്ത് പോയാലും നല്ല ക്രൗഡാവും. അബുദാബിയിൽ ഞാൻ അങ്ങനെ പൊതുവെ കാണാറില്ല. ആളില്ലാത്ത സമയമാണോ അല്ല ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാണ് എൻട്രൻസ് ഞങ്ങളെ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ. ഇത് ഒരു ഹ്യൂജ് ലോബിയാണ്. അവർ ഞങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നത് എന്നുള്ള ട്രീറ്റൊന്നും ചെയ്യൂല. അവർ എല്ലാ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ഇത് അബുദാബി റോയൽ ഫാമിലിയുടെ ഒരു ഓണിലുള്ളൊരു അബുദാബി ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോട്ടലാണ്. അബുദാബി മുനിസിപ്പാലിറ്റിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിച്ചത്. അതുപോലെ എന്താ പറയുക, നമുക്ക് നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ ആർക്കിടെക്റ്റൊക്കെ കാണാൻ അഡ്യൂം ആർക്കിടെക്ട്. ഇത് ഫുൾ കൺസ്ട്രക്ഷൻ മാർബിളിലും ഗോൾഡിലാണ് കഴിച്ചത്. ഇതിൽ 6 ഫ്ലോർ ഉണ്ട്. അതുപോലെ നിയർ ടു 390 to 400 റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ. അപ്പോൾ ഇത് 7 സ്റ്റാറാണ്. ഞങ്ങൾ വിചാരിക്കുന്ന അവിടെ ഒന്നും നിൽക്കില്ല. കാണാൻ എന്താ പറയുക, ഒരു കൊട്ടാരം എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആ പ്രൗഢിയോടുകൂടി. കൊട്ടാരം കാണാത്തവർ പോയി കാണാം. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. ആ ഒരു ഫീലാണ്, അത്ര ലക്സുറി ഒരു ഫീലാണ്. 7 സ്റ്റാർ ഹോട്ടൽ കണ്ടില്ലെങ്കിലും അതിനൊരു ഏകദേശ ഇത് മനസ്സിലായി എനിക്ക്. ഞാനൊരു 3 സ്റ്റാറൊക്കെ കണ്ടിട്ടുള്ളൂ. 7 ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ലോബിൽ തന്നെ ആ ലക്സുറിനെസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര വലിയൊരു ലോബിയാണ്. പിന്നെ ഇതിൽ ബീച്ചുണ്ട്, 1.3 കിലോമീറ്റർ ബീച്ച് ഉണ്ടെന്നാണ് പറയുന്നത് അവർ. മരീന വരെ ഉണ്ട്. അത് ഞങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ വരുന്ന ഗസ്റ്റുക്കുള്ളതാണത്. അതിന് എൻട്രൻസ് തന്നെ വേറെയാണ്, നമുക്ക് കണക്റ്റ് ഒന്നുമില്ല. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോന് ഭയങ്കര നടക്കലായിരുന്നു. ഇതിങ്ങനെ ഫ്ലോർ കൊണ്ട് താഴം പോവാം. താഴം കുറേ പ്ലേസൊക്കെ ഉണ്ട്. ഇതിൽ റെസ്റ്റോറൻറ്റും പിന്നെ ലക്സുറി ആയിട്ടുള്ള ഡയമണ്ട്സ് വാച്ച് അങ്ങനെയുള്ള കുറേ ട്രേഡിങ്ങും ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് പൊതുവെ എല്ലാ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലുള്ള പോലെ ഉണ്ട്. ലക്സുറി ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി നോക്കിയെല്ലാം. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറേയൊക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. ഞങ്ങളിങ്ങനെ ഇറങ്ങി നോക്കി ഇങ്ങനെ സ്റ്റെപ്പിൽ. അതുവരെ ആ സ്റ്റെപ്പ് ഇറങ്ങണമെന്നൊരു ഫീല് വരണില്ല. ആ കാർപ്പറ്റൊക്കെ ഉണ്ടല്ലോ, അത്ര നല്ലൊരു സ്പോഞ്ചിൻ്റെ മുകളിൽ കാല് വെച്ച പോലെയാണ് ഞങ്ങൾ തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കാണാം, ഫുൾ മാർബിളാണ് ഇവിടെ. അതുപോലെ ഗോൾഡിൻ്റെ പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ. ഒരു 3 ഫ്ലോർ ഉണ്ട് ഇങ്ങനെ. ഞങ്ങൾ എൻട്രൻസ് ആയിട്ട് അടിയിൽ 2 ഫ്ലോറും കൂടിയുണ്ട്. ഇവിടെ റൂംസ് ഒന്നുമല്ല, അവരെ ഹോട്ടൽസും അങ്ങനെ മീറ്റിംഗ് റൂംസും അത്യാവശ്യം മീറ്റിംഗ് റൂംസൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ. പിന്നെ ഇത് അവർക്ക് കിട്ടിയ അവാർഡാണ്. ഇത് വേൾഡിൽ 2nd 7 സ്റ്റാർ ഹോട്ടലാണ്. ഇതിവരെ പ്രോഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്നാണ് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ, അതായത് UAE പേര് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഞങ്ങളെ മോദിജിയൊക്കെ വരുമ്പോൾ താമസിക്കൽ ഇവിടെയാണ്. അതുപോലെ ഒഫീഷ്യലായിട്ട് എല്ലാ രാജ്യത്തിൻ്റെ ആൾക്കാർ വരുമ്പോഴും താമസിക്കാനുള്ള ആ നിലയിലാണ് ഇവരുണ്ടാക്കിയത്. പൈസക്ക് വേണ്ടി അല്ല എന്നാണ് അവർ പറയുന്നത്. വന്നാൽ പൈസ എടുക്കും,
അങ്ങനത്രേ ഉള്ളൂ. ആർക്കെങ്കിലും എന്താണ് താമസിക്കണമെങ്കിൽ നമുക്കൊക്കെ പോയി താമസിക്കാം. ബട്ട് നമുക്ക് അത് താമസിക്കാൻ പറ്റുന്ന റേറ്റിലല്ല ഇതുള്ളത്. പിന്നെ ഞങ്ങളൊരു 7 o'clock ഒക്കെ ആയി വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി. അത്രേ കാണാൻ പറ്റുള്ളൂ. കുറേ നേരം നിൽക്കാൻ നമുക്കും തോന്നൂല, പേടിയാണ്. കുറച്ചുകൂടി ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ നോക്കും. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആകുമ്പോൾ പേടിയാണ്. കുറച്ചുകൂടി ആൾക്കാർ വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ഉള്ളൂ. ഈ ടൈം ആകുമ്പോഴും ഹ്യൂമിഡിറ്റിയും ചൂടിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. പിന്നെ മോനക്ക് പുറത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് കാണണം ഇറങ്ങണമെന്നുണ്ട്. ബട്ട് ഈ സമയമാകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരായി. പിന്നെ ചെറിയ മോനാണെങ്കിൽ നമ്മളെ സ്റ്റോളറിലിരിക്കുക, നമ്മളെ കയ്യിൽ നിൽക്കൊന്നുമില്ല. ആലിപ്പം നടക്കാൻ പഠിച്ചപ്പോൾ ഫുള്ള് നടക്കലാണ്. അത് കഴിഞ്ഞിട്ട് മോന് അവിടെ ചെറിയ ചെറിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതുമേ കൂടി ഫൗണ്ടൈനുമാണ് മോന്. പിന്നെ ഫുള്ളും അത് 2-3 സൈഡായിട്ടുണ്ട്. ഫുള്ള് ഡ്രസ്സ് മാക്കി, ഫുള്ള് ഡ്രസ്സ് നനഞ്ഞു. പണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും മോളിലോ പള്ളിയിലോ കയറി നിസ്കാരം കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റാനുള്ള കുട്ടികളതൊക്കെ മാറ്റമൊക്കെ ചെയ്യാം. ഇപ്പം അങ്ങനത്തെ സാഹചര്യവും ഇല്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയുമാണ്, പല ആൾക്കാരും വരുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നുണ്ട്. പക്ഷേ മോനക്ക് പോകാൻ തീരെ താല്പര്യമില്ല. ഇനിയും നിൽക്കുക എന്നാണ് പറയണത്. പക്ഷേ മഗ്‌രിബ് ആയി തുടങ്ങിയത് കൊണ്ട് നമുക്ക് പോകാനാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങണത്. ഇവൻ്റെ ഈ കളിയും കണ്ടാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ പൊതുവേ വെള്ളം കണ്ട അണങ്ങാത്ത ആളാണ്. ഞങ്ങൾ വീട്ടിൽ കുളിക്കുമ്പോൾ പോലും എത്ര കുളിച്ചാലും മതിയാവാത്ത ആളാണ്. പിന്നെ ഇങ്ങനൊക്കെ വെള്ളം കാണുമ്പോൾ പിന്നെ തീരെ അണങ്ങൂലല്ലോ. പിന്നെ ഇപ്പം ആൾക്കാരൊന്നും ഇല്ല, ഒറ്റക്ക് സ്വന്തം വീട്ടിലുള്ള പോലെയാണ് അവന് ഉപയോഗിക്കുന്നത്. പിന്നെ ആ പ്രായമുള്ളൂ, അങ്ങനെയൊന്നും അറിയില്ല. ഒന്നാകെ നനഞ്ഞ് അങ്ങനെ ഒരു ചിന്തയില്ല. നനഞ്ഞ് ഡ്രസ്സ് നനയും അങ്ങനൊരു ചിന്ത ഒന്നും അവനക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി നിസ്കാരമൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി. ഇവിടെ പോകണ്ട വിചാരിച്ചു. ബട്ട് മോനക്ക് അങ്ങനെയല്ല, ഇന്നത്തെ ടൂറൊന്നും കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇനിയും ബീച്ചിൽ പോകണമെന്നാണ് പറയുന്നത്. ബീച്ച് അബുദാബിയിൽ 7 o'clock കഴിഞ്ഞാൽ ബീച്ച് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഔട്ട്ഡോർ ആയിട്ടുള്ളത് എവിടേക്കും പോകാൻ പറ്റൂല. പിന്നെ ഇൻഡോർ ആയിട്ടുള്ള എവിടെയെങ്കിലും വേണം പോവാൻ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അബുദാബി മറീന മോള് ഞാൻ കണ്ടിട്ടില്ല. അബുദാബിയിൽ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് മറീന മോൾക്ക് പോവാം. ചിലപ്പോൾ ഈദിൻ്റെ അന്നൊക്കെ പ്രോഗ്രാമൊക്കെ പൊതുവേ ഗൾഫിൽ ഉണ്ടാവാറുണ്ട്, ദുബായിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടോ ഇല്ല എന്നൊന്നും ഉറപ്പില്ല. അന്ന് നമുക്ക് ഷുവർ ആയിരുന്നു. പക്ഷേ ഇന്ന് ഉണ്ടെങ്കിലോ കുട്ടികൾക്ക് കാണുകയും ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ പോകണമെന്നൊരു പ്ലാനൊക്കെ ചെയ്ത് പോവാണ്. പോകുമ്പോൾ മോന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോവണ്ടെന്ന്. പിന്നെ ആൾക്കിപ്പോൾ കുറച്ചൊക്കെ ഐഡിയ ഉണ്ട്, ഏത് ഓറിൽ പോയാൽ എവിടെ എത്തുമെന്ന്. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട് അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അവൻ ഓരോരോ അല്ല പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോവാന്ന്. പിന്നെ ഞങ്ങൾ മറീന മോൾക്ക് പോവാണ്. അപ്പോൾ ഒരു 8-8:30 മണിയൊക്കെ ആയി. ഞങ്ങൾ വീട്ടിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കുറച്ച് ചായയൊക്കെ കുടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചൊരു മത്തൊക്കെ ഉണ്ടല്ലോ, മധുരമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. പെരുന്നാളെന്ന് പറഞ്ഞിട്ട് കോവിഡ് എന്ന് പറഞ്ഞ് തിരക്കിനൊരു കുറവില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ദുബായിൽ പിന്നെ ഇത്ര ലൈറ്റ്സ് ഉണ്ടാവില്ല. അബുദാബിയിൽ കുറച്ച് ഡെക്കറേറ്റിംഗ് കൂടുതലാണ്. പിന്നെ അവിടുന്ന് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരാൻ കുറച്ച് നടക്കണം. ഓപ്പോസിറ്റ് സൈഡിലാണ് മോളിൻ്റെ പാർക്കിംഗ് ഉള്ളത്. മോന് ഫുള്ള് നടക്കുകയാണ്. ജെയിൻവിയിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല പൊതുവെ ഉണ്ടാവാറുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ റോഡൊക്കെ ഇവിടെ ബസ്സൊക്കെ വരാറുണ്ട്. ഇനി വെഹിക്കിൾ ഇല്ലാത്തവർക്കും ബസ്സിലൊക്കെ വരാം. എത്ര നമ്പറെന്ന് എനിക്കത്ര അറിയില്ല. മോളിലും നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്രൗഡുണ്ട്. പണ്ടത്തെ പോലെ എല്ലാ എൻട്രൻസും ഓപ്പൺ അല്ല, ഒന്നിൽ എൻട്രൻസും ഒന്നിൽ എക്സിറ്റ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പിന്നെ മോളിൽ കയറുമ്പോഴും ഞങ്ങളെ
കോവിഡ് പ്രോട്ടോക്കോളൊക്കെയാണ് പാലിച്ചിട്ട് തന്നെയാണ് എല്ലാം ഓപ്പൺ ഉള്ളത്. അതായത് അവിടെ സാനിറ്റൈസറും ഇനി മാസ്കും ടെമ്പറേച്ചർ ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോണത്. 1 by 1 തന്നെയാണ് അവർ എൻ്റർ ചെയ്യുന്നത്. പിന്നെ ആൾക്കാർക്കും പേടിയുണ്ട്, അവരും നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾക്ക് പിന്നെ കുറച്ച് സ്ഥലം കാണുമ്പോൾ എന്തോ പോലെയാണ്, കുറേ നടക്കാനൊക്കെ തോന്നും. അങ്ങനെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടില്ലേ. ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് 2-3 സൈഡായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെടുക്കണ്ട വെച്ചിട്ട് വന്ന് കാര്യമായിട്ട് മോളിൽ എന്താ ഞങ്ങൾ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ നടന്നു. ഷോപ്പിംഗ് ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു, ഞങ്ങൾ തലേന്നും പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിച്ചതായിരുന്നു. ജസ്റ്റ് കുട്ടികൾ ബോറടിക്കണ്ട വെച്ചിട്ട് ഇങ്ങനെ വന്ന്. എന്നാൽ ഈ മോളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. മോളിൻ്റെ ഉള്ളിൽ കുറേ ഫൗണ്ടെയിൻസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ടായിരുന്നു എന്നുള്ളൂ. മോൾക്ക് പിന്നെ വെള്ളം കണ്ട പിന്നെ അവിടെ നിന്ന് അനങ്ങൂല. ഇപ്പോൾ ഇത് അടുത്തത് അവിടെ ഒരാൾ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കില്ല അവിടെ വന്നിട്ട്. അപ്പോൾ ഒരാൾ അവിടെ സ്ഥിരമായി തുടക്കാൻ നിന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാർ സ്ലിപ്പാവൂലേ. അവിടെ നിന്ന് അനങ്ങനില്ല. മോൻ അതിൽ കയറി നോക്കണം എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. എല്ലാം ചുറ്റിത്തിരിഞ്ഞ് കരഞ്ഞപ്പോൾ മോൾക്ക് ഐസ്ക്രീം വേണമെന്നായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ സോപ്പിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് ഡേ ഫിനിഷും ആവാറായപ്പോൾ ഐസ്ക്രീമേ ഒതുക്കി വീട്ടിൽ പോവുക, വ്ളോഗും തീർക്കാൻ വെച്ചു. പിന്നെ ബ്രദറാണെങ്കിലോ എടുത്ത ഫ്ലേവർ മാറിയിട്ടുണ്ടോ, അവൻ്റെ ചോയ്സ് റോങ് ആണോ വെച്ചിട്ട് എല്ലായിടത്തും ഇരുന്ന് തീർത്തിട്ടുണ്ട്. അവൻ്റെത് മോശമാണോ എന്നാണ് ഞങ്ങളിതിലൊക്കെ ചെക്ക് ചെയ്യൽ. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ അതുവരെ എല്ലാവർക്കും താങ്ക് യു.